ഗായ്സ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലൊരു 8 മണിയൊക്കെ ഏകദേശം ആയിട്ട് എത്തിയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ട് പിന്നെ ഇവിടെ വന്ന് നോക്കി. ഞാൻ ഫസ്റ്റ് ഓടി വന്ന് അമ്മ അച്ഛൻ ഇവരെയൊക്കെ കണ്ടു. അതിനുശേഷം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ചെടിയുടെ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പരിതായിട്ട് അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് യാത്ര ചെയ്തതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ആ ഒരു ഇതാണ് ഫേസ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിയുടെ അവസ്ഥയെ കാണിച്ചിരുന്നു. ചെടി കടലാസ് ചെടി കുറേയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഫ്ലവറിങ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ആമ്പലുകൾ കുറേ നട്ടുന്നുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒരു പരുവായി ഒരു എന്തോ ഒരു ഞാനില്ലാത്തതുകൊണ്ട് ഒരു ഇതായിരിക്കാം അതിൻ്റെ ഒരു അവസ്ഥ ഒരുതായിരിക്കും. ഫ്രെഡിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഫ്രെഡി എന്നെ കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ച് നോക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളി ഇങ്ങനെ വന്നിട്ട് വാലാട്ടി ഭയങ്കര ഒച്ചപ്പാട് ബഹളവും കാര്യങ്ങളും. ഞാനിവിടെ നട്ടുപിടിപ്പിച്ച ബൊഗൈൻ വില്ല ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തെന്നറിയാമോ, ഞാൻ എന്നിട്ട് ആമ്പലും താമരയൊക്കെ വെള്ളം ഒരുമാതിരി ഡിക്കേഡ് ആയതുപോലെയൊക്കെ എന്തൊക്കെയോ ഇതായിട്ടൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ പുഴു കയറിയിട്ട് അതിൻ്റെ ഇലയൊക്കെ തിന്നിട്ട് ഒരുമാതിരിയൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. അതുപോലെ കാരണം ഞാനിവിടെ ഇല്ലാതുകൊണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വന്ന് നോക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഏകദേശം 1 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിവിടെ വരുന്നത്. അപ്പോൾ കുറച്ചൊരു ഇതായിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഫ്ലവേഴ്സ് എല്ലാം ഏകദേശം ബൊഗൈൻവില്ല ഓക്കെ ആയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് അവർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ചെമ്പരത്തി ഒരു വെറൈറ്റി നട്ടുപിടിപ്പിച്ചിട്ടാണ് പോയത്. അത് ഏകദേശം വളർന്നിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ ഞാൻ കവറിലാക്കി വെച്ചിരുന്നു കേട്ടോ കടലാസ് ചെടിയൊക്കെ. അപ്പോൾ അതിന് ഒരു പഴയ പോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ഒരു ന്യൂ പോട്ട് മേടിച്ചിട്ട് അതിലോട്ട് അത് മാറ്റണം. പിന്നെ ഞാനിതിൻ്റെ ഒരു ഗോൾഡ് സ്പോട്ട് വെറൈറ്റി കൊണ്ട് നട്ടുപിടിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അത് പോട്ടിലാണ് പിടിപ്പിച്ചിരുന്നത്. പിന്നെ കണ്ടോ നമ്മുടെ ആമ്പലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ. അതിനകത്ത് പായൽ ഒരുപാട് വളർന്നിട്ട് പിന്നെ ഇതിലും അസോളം ഒരുപാട് തിങ്ങിയിട്ട് അതിനോടൊരു ആമ്പൽ നട്ടിട്ടുണ്ടായിരുന്നു. അത് വളരാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിൽ ചെറിയ പൂ വരുന്നില്ല, ഈ ഒരു ടൈപ്പ് എനിക്ക് നെയിം എനിക്ക് ക്ലിയർ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് ഏകദേശം അങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ ബൊഗൈൻവില്ല നല്ല ഫ്ലവറിങ് ആയിട്ട് അത് ഒരു അടിപൊളിയായിട്ടൊക്കെ അത് നിൽപ്പുണ്ട് കേട്ടോ. അത് ഓക്കെയാണ്. പിന്നെ ഈ വെറൈറ്റീസ് പിന്നെ ഞാൻ അഡീനിയം ബട്ടർഫ്ലൈ പ്യൂപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നില്ല, അത് പ്യൂപ്പൊക്കെ വിരിഞ്ഞ് പോയതിന് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് എന്നൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതിനൊക്കെ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇനി അത് ശരിയാക്കണം. പിന്നെ ഇത് നമ്മുടെ ശ്രീലങ്ക മുല്ലാണ് കേട്ടോ. കണ്ടോ, ഈ ശ്രീലങ്ക മുല്ല വെറൈറ്റിയാണ്. ഇത് ഞാനൊരു കുഞ്ഞ് കമ്പ് കൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ്. ഏകദേശം അത്രയും ഹൈറ്റിൽ വളർന്ന് ഫ്ലവറിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വെറൈറ്റി, പിന്നെ ഈ ബൊഗൈൻവില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ വളർത്തുന്ന മാറി കഴിഞ്ഞാൽ ഇതെല്ലാം അടുക്കി വെച്ചിട്ട് പോയ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇത് കണ്ടോ ആമ്പലിൻ്റെയൊക്കെ ആ താമര ഉണ്ടല്ലോ, താമരയൊക്കെ ഏകദേശം കുറേയൊക്കെ ഫ്ലവർ വന്നിരുന്നു എന്ന് അമ്മ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അത് ഏകദേശം ഫ്ലവറിങ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കുഞ്ഞ് തൈയൊക്കെ അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് കടലാസ് ചെടി ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നിട്ടുള്ള ആ പ്ലാന്റ്സാണ് ഞാൻ സെപ്പറേറ്റ് പോട്ടിലാക്കിയിട്ട് അതിൽ ഫ്ലവർ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ നിക്കോഡിയ പ്ലാന്റ് ഏകദേശം അവിടെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു താമര, പിന്നെ ബൊഗൈൻവില്ലാസ് ഏകദേശം ഒരു ഇതായി. കാരണം അമ്മയ്ക്ക് നോക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇല്ലാത്തതിൻ്റെ കുറച്ചൊരു കുറവാണ് ഇവിടെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഈ പായൽ ഒരുപാട് വളർന്നിട്ട് നമ്മുടെ താമരയ്ക്ക് വളരാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനി ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഇതൊക്കെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഇതിൽ ഇതുവരെ ഒരു ഫ്ലവർ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്ത് ഫ്ലവറാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ കണ്ടോ ഏകദേശം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബൊഗൈൻവില്ലയൊക്കെ ഏകദേശം ഫ്ലവറിങ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ പായൽ പിടിച്ചിട്ട് ഇതും ഒരുമാതിരി ഇരിക്കുന്നത്, ഇലയൊക്കെ ഒരു മാതിരിയൊക്കെ ആയി. പിന്നെ ഇതും കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. ഇതിൽ കുറച്ച് പായലുണ്ടായിരുന്നെ ഞാനെടുത്ത് പുറത്തോട്ട് കളഞ്ഞു. ഇതുണ്ട് കുറച്ച് ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ അമ്പലമൊക്കെ അതും കുഴപ്പമില്ല. എന്നാലും ഈ പായൽ വളർന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, പുഴു കയറിയിട്ട് വെള്ളം ഒരുമാതിരി ഡീക്കേഡായിട്ട് നന്നായിട്ട് കണ്ടോ ഒരു
ഇതായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇത് വെള്ളം മൊത്തം ഓവർഫ്ലോ ചെയ്ത് കളയണം. പിന്നെ ഈ ഒരുപാട് പായൽ വളർന്നതിനൊക്കെ എടുത്ത് മാറ്റണം, നീറ്റാക്കണം. കുറച്ച് പായലൊക്കെ ഞാൻ എടുത്ത് പുറത്തോട്ട് എടുത്തിട്ട് ഇത് ചെയ്യുന്നു. ഇനി കുറച്ചുകൂടെ ഒന്ന് പുറത്തിടണം. അപ്പോൾ നമുക്കത് എല്ലാം ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം വളർന്നിട്ട് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. പോട്ടിനി ഇപ്പോഴല്ല, ഞാൻ പിന്നീട് അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പോട്ട് കുറച്ചുകൂടെ വലിയ പോട്ടിലോട്ട് മാറ്റണം. ഇത് നമ്മുടെ യൂഫോർബിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഫ്ലവറിങ് ആയിട്ട്, നല്ല സൺലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് നല്ല ഫ്ലവറിങ് ആയിട്ടൊക്കെ നിൽപ്പുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ പിന്നെ ഓർണമെൻ്റൽ എന്താ പറയുക, പൈനാപ്പിളാണ് കേട്ടോ. ഇന്ന് വലിയ പൈനാപ്പിളല്ല, ചെറിയ പൈനാപ്പിൾ ആവുന്നതാണ്. അപ്പോൾ അത് വളർന്നതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ യൂഫോർബിയ പ്ലാന്റ്സ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു പ്ലാന്റൂടെ ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി കേട്ടോ. ആ ഒരു വെറൈറ്റി കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാനിവിടെ ടെറസിൽ ഞാൻ വെച്ചിട്ടുള്ള വെറൈറ്റികളാണ് ഇത്രയും ഇരിക്കുന്നത്. ഇനി വീണ്ടും മുറ്റത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ ഏകദേശം വളർന്നിട്ട് നമ്മുടെ അരേലിയ പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ ഒരുപാട് ലീവ്സൊക്കെ ആയിട്ടുണ്ട്. അതിന് അത് ഷേപ്പ് ചെയ്യണം, അതിനൊക്കെ കുറച്ച്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെയ്തിട്ട് എനിക്ക് പോകണം. അപ്പോൾ അത് ഓക്കെ ആക്കണം. ഞാൻ ആ പ്ലാന്റ് ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ, ഒരു തുളസി ചെടി അതിൽ തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുമാതിരിയൊക്കെ ഏകദേശമായി നിൽക്കുകയാണ്. പിന്നെ ഈ പ്ലാന്റ് നെയിം എനിക്ക് അറിയാമായിരുന്നു, മറന്നുപോയി. അപ്പോൾ അത് നോക്കണം എന്താണെന്നുള്ളത്. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഹൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ ഗാർലിക് വൈനാണ്. ഗാർലിക് വൈന് നന്നായിട്ട് ഫ്ലവർ ചെയ്തെന്ന് നമ്മൾ പറയാനായിട്ട് ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാൻ ഈ ഭാഗത്തായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് വീഡിയോ എടുക്കേണ്ട ടൈമില്ലായിരുന്നു, എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അത് ഏകദേശം ഇവിടെ നിന്ന് നന്നായിട്ട് ടെറസിൽ തന്നെ നല്ല ലെങ്ത്തിൽ വളർന്ന് ഏകദേശം നല്ല ഒരുപാട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടെന്ന് തന്നെ അമ്മ പറയണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെടി അറിയാമല്ലോ, ഇത് ഡെയിലി എന്ന് വെച്ചാൽ നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നതുകൊണ്ട് തന്നെ അതൊരു പോസ്റ്റിലാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു കമ്പാണ് മരത്തിൻ്റെ. അപ്പോൾ അതിലാണ് വന്നിരിക്കുന്നത്. ഡെയിലി അതിലും ഫ്ലവർ തന്നെയാണ്. ഇതിൽ ഫ്ലവർ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും ഫ്ലവറാണ്, ഇഷ്ടം പോലെ ഫ്ലവർ. നമുക്ക് ദൂരെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ വളർന്നിട്ട് ഡെയിലി അതിൻ്റെ ഒരു അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂവില്ലാത്ത ഒരു ദിവസം അതിലില്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഭംഗി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളർന്ന് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. അതിനുശേഷം ഇവിടെ കൊണ്ടുവച്ചും ഒരുപാട് തവണ ഇത് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാത്രമാണ് തിങ്ങി നെരുങ്ങിയിട്ട് ഇത്രയും ഒരു ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വളരുന്നത് തന്നെ ഈ ഒരു വെറൈറ്റിയിൽ. ബാക്കിയെല്ലാം വരുന്നില്ല എന്നല്ല. പക്ഷേ നേരത്തെ വീഡിയോ എടുത്തതിൽ താഴത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോയും കൂടി ഇനിയില്ലാന്ന് വേണ്ട. ഇത് നമ്മുടെ മരമുല്ലയാണ്. ഇത് ചെറിയ ഹൈറ്റ് ആയിരുന്നു, ഇപ്പോൾ ഇത്രയും സൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ്സൊക്കെയാണ്. അതൊക്കെ ഇവിടെ വെച്ചിരുന്നേക്ക് ഒരുപാട് ഗ്രോൺ ആയിട്ട് അത് ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വളർന്ന് ഇലയൊക്കെ ഒരുപാട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്യണം. ഇവിടെ ഇതിങ്ങനെ ഞെരിഞ്ഞിരുന്നുകൊണ്ടായിരിക്കണം നമ്മൾ എലി തുറന്നിട്ട് അമ്മ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഒരു വരിവരിയായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിന് ചുറ്റും ഒരു ബോർഡർ പോലെ വെച്ചിരുന്നതാണ്. അപ്പോൾ എലി തുറന്നതുകൊണ്ട് ഇങ്ങനെ മാറ്റിയതാണ്. പിന്നെ നമ്മുടെ ഇതറിയില്ല, ബ്രസീലിയൻ. അപ്പോൾ ഇത് ഒരു അലങ്കോലമായിട്ട് വളർന്നിട്ട്, കാരണം ഷേപ്പ് ചെയ്യാനൊന്നും ഷേപ്പ് ചെയ്യാതിരുന്നിട്ട് ഒരുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ വെച്ചിട്ട് അതൊന്ന് മാറ്റണം. കാരണം ഇത് ഇനിയിപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെറൈറ്റിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള. നമ്മുടെ ഈ ഓർക്കിഡ് കണ്ടോ, ഇതൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് ഇവിടെ. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെയും വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ എന്നെ എല്ലാം കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പോഴും. അത് ഞാൻ കാണിക്കാം വേറെ വെറൈറ്റീസ് ഉള്ളത്. ഇപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അഗ്ലോണിമയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഒരു തരം ഫേണാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നിട്ട് അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അഗ്ലോണിമ വെറൈറ്റീസും പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്താ പേരിൻ്റെ സൈഡിലായിട്ട് അത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വേറൊരു ഷോർട്ട് വെറൈറ്റിയാണ്. നമ്മുടെ ലക്കി ബാംബു വെറൈറ്റി. പിന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒരു കോലമായിട്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഫ്രീ. ഇനിയിപ്പോൾ ഞാനൊരു കുറച്ച് ദിവസം ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഗ്യാപ്പിൽ ഒരു ദിവസം ഇതിരുന്ന് ഫുള്ള് ഇവിടെ അതിനെ ക്ലീൻ ചെയ്യാനുണ്ട്.
എനിക്ക് കുറച്ച് നാളായിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് അങ്ങനെ ഇടാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജോലിയുടെ തിരക്കായതുകൊണ്ട് പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് എനിക്ക് ഇടയ്ക്ക് ഗ്യാപ്പില്ലായിരുന്നത്, ഇടാനുള്ളൊരു ഗ്യാപ്പില്ലായിരുന്നു, എനിക്ക് എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഇനി ഒരു ആക്റ്റീവായിട്ട് ഉണ്ടാവാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.